നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ബൗണ്ട് ചാർജസിനെ കുറിച്ചാണ്. അതായത് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ, ആ ഡൈഇലക്ട്രിക് മീഡിയത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂ ടു ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് അതിനകത്ത് പോളറൈസേഷൻ ഉണ്ടാവാം. ദാറ്റ് പോളറൈസേഷൻ ക്യാൻ കോസ് ആൻ അഡീഷണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ആക്ച്വലി അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈഇലക്ട്രിക് ഒരു പോളറൈസേഷൻ നടക്കുന്നു എന്നതിൻ്റെ മീനിങ് ആക്ച്വലി എന്താണ്, ഒരു സർഫസ് ചാർജ് സിഗ്മ ബിയും അതുപോലെ ഒരു വോളിയം ചാർജ് റോ ബിയും അതിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ എഫക്റ്റ് പഠിക്കാൻ, അല്ലെങ്കിൽ പോളറൈസേഷൻ്റെ എഫക്റ്റ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്, ഈ ചാർജ് ഡെൻസിറ്റീസ് കാരണമുള്ള ഫീൽഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്താൽ മതിയാവും. ഓക്കെ, ഗോസസ് ലോ ഇൻ ദ പ്രസൻസ് ഓഫ് dielectrics. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു റോ ബിയും സിഗ്മ ബിയും ആണ് ഉണ്ടാവുക. ദെൻ റോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സം പി ഡോട്ട് എൻ ക്യാപ്, സോറി, റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി ആൻഡ് സിഗ്മ ബി ഈസ് ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പി എന്ന് പറയുന്നത് നമ്മുടെ പോളറൈസേഷനാണ്, ദാറ്റ് ക്യാപിറ്റൽ പി ആണ് അത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ട് ചാർജസും കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയത്തിൻ്റെ പ്രസൻസിൽ, അതായത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ അവിടെ അഡീഷണലി എന്തുണ്ടാവും, ഇങ്ങനെ രണ്ട് ചാർജ്. നമ്മുടെ സാധാരണ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ ഗോസസിലോ നമുക്കറിയാം ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നതാണ്. അപ്പം ഈ റോ എന്ന് പറയുന്നത് നമ്മളതിൽ ഉണ്ടാക്കിയിട്ടുള്ള ചാർജ്, അതായത് നമ്മൾ ഈ പറയുന്ന പോലുള്ള ബൗണ്ട് ചാർജസ് അല്ല, ഓക്കെ, അല്ലെങ്കിൽ പോളറൈസേഷൻ കാരണം ഉണ്ടായ ചാർജസ് അല്ല, അല്ലാതുള്ള ചാർജസ് ആണ് ഈ റോ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ഒന്നുകിൽ ഇലക്ട്രോൺസ് കിട്ടിയതാവാം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പോയതാവാം. ഓക്കെ, ആ രീതിയിൽ കിട്ടുന്ന ചാർജസ് ആണത്. ഓക്കെ, അപ്പം മെയിൻലി ഡ്യൂ ടു ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ആ ചാർജസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ സാധാരണ ഡെൽ ഡോട്ട് ടി എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഗോസസിൽ. പക്ഷേ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രസൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു അഡീഷണലായിട്ട് രണ്ട് ചാർജ് ഡെൻസിറ്റീസ് കൂടെ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാർജ് ഡെൻസിറ്റിയെ, നമ്മുടെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ചാർജ് ഡെൻസിറ്റിയെ വി കോൾ ഇറ്റ് ആസ് റോ ഫ്രീ എന്ന് വിളിക്കുന്നു, ഓർ സിംപ്ലി റോ എഫ് എന്നായിരിക്കും എഴുതുക. വി കോൾ ഇറ്റ് ആസ് ഫ്രീ ചാർജസ്. അപ്പോൾ ഫ്രീയുടെ മീനിങ് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ബൗണ്ടിൻ്റെ മീനിങ് പറഞ്ഞിരുന്നു. ബൗണ്ട് മീൻസ് എന്താണ്, നമുക്കൊരിക്കലും അതിനെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ആ ആറ്റത്തിൽ ഇറ്റ് സെൽഫ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ മോളിക്യൂളിൽ ഇറ്റ് സെൽഫ് ഉണ്ടാകുന്നതാണ്. അത് ആ മോളിക്യൂളിനകത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഒരു അയോൺ ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ആ അയോൺ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഈ പോസിറ്റീവിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ വേറൊരു ചാർജ് കൊടുത്താൽ മതി, എനിക്ക് വേണമെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ബൗണ്ട് ചാർജസിൻ്റെ പ്രശ്നം, വി കനോട്ട് ഡൂ ദാറ്റ്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് ബൗണ്ട് എന്ന് വിളിച്ചത്. അപ്പം ബൗണ്ട് ചാർജസ് ഉണ്ടാകുന്നത് ഡ്യൂ ടു പോളറൈസേഷൻ ആണ്. അപ്പോൾ പോളറൈസേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ചാർജ് ഡെൻസിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ മൊത്തത്തിലാണ് നമ്മൾ ഇവിടുത്തെ റോ എന്ന് വിളിച്ചത്, ഓർ വി കോൾ ഇറ്റ് ആസ് റോ എഫ്. ഓക്കെ, അപ്പോൾ ഈ റോ എഫും കൂടെ നമ്മളിനി എന്തിൽ കൺസിഡർ ചെയ്യണം, നമ്മുടെ ടോട്ടൽ ചാർജ്, സേ റോ ടോട്ടൽ എന്ന് ഞാൻ വെറുതെ എഴുതാണ്, വെറുതെ റോ എന്നേ നമ്മളിനി എഴുതുള്ളൂ. റോ ഈസ് ഈക്വൽ ടു രണ്ട് തരം ചാർജസ് ഇപ്പോൾ ഉണ്ട്. ഒന്ന് റോ ഫ്രീ, നമ്മുടെ ഓൾറെഡി ഉള്ള ചാർജ്, പ്ലസ് വി കൺസിഡർ ദ റോ ബി. ഓക്കെ, ഞാൻ ഈ സിഗ്മ ബിയെ നെഗ്ലക്റ്റ് ചെയ്യാണ്. അതിന് നെഗ്ലക്റ്റ് ചെയ്യാന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ സ്മോൾ ആയതുകൊണ്ടല്ല. ഓക്കെ, നെഗ്ലക്റ്റ് ചെയ്യുന്നു. അത് സ്മോൾ ആണെന്നോ അങ്ങനെയൊന്നുള്ളതല്ല. എന്താണത് റിമൂവ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, നമ്മൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. നമുക്കൊരു മീഡിയം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു മെറ്റൽ ചാർജ് ഉണ്ട് Q. ദെൻ ഇവിടെ അതിന് ചുറ്റും ഒരു ഡൈഇലക്ട്രിക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അതായത് ഒരു യൂണിഫോം വയർ ഉണ്ട് ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. അതിന് ചുറ്റും ഒരു ഒരു റബ്ബർ മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വയറും അതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ഇൻസുലേഷൻ എന്ന് പറയുന്ന സാധനം ഒരു ഡൈഇലക്ട്രിക് ആണല്ലോ. ആ ഡൈഇലക്ട്രിക്കിനകത്തെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഓർ സംതിങ്,
അവിടുത്തെ വാല്യൂ ആണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള ഗോസസ് ലോ എനിക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർഫസ് ചാർജിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗോസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതിയാൽ നമുക്കറിയാം ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. വാട്ട് ഈസ് ദിസ് ക്യൂ? ദിസ് ഈസ് എ ക്യൂ എൻക്ലോസ്ഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോസിയൻ സർഫസിനകത്തുള്ള ചാർജാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ആർ കൺസിഡറിങ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ആ മെറ്റീരിയലിനകത്തെ ചാർജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കുക, അല്ലെ അകത്തെ ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതിൻ്റെ സർഫസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ചെയ്യുന്ന എന്താണ്, ഇതിൻ്റെ സർഫസിൽ പെയിൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻസൈഡ് നോക്കുന്ന സമയത്ത് ഔട്ട്സൈഡിലുള്ള ചാർജസിനെ കുറിച്ച് ബോധർ ചെയ്യേ വേണ്ടല്ലോ. അതായത് സർഫസ് ഇൻസൈഡ് ആണ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഐ ഡു നോട്ട് നീഡ് ടു കൺസിഡർ ദിസ് സിഗ്മ ബി. ഓക്കെ, തൽക്കാലം അത്രയും മനസ്സിലാക്കിയിട്ട് പോവാം. നമുക്ക് ഇനിയും അതിനകത്ത് കുറച്ചുകൂടെ റീസണിങ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് പറയുന്നു, നമ്മളൊരു ഡൈഇലക്ട്രിക്കിന് ഇൻസൈഡ് ഇരിക്കുകയാണ്. ആ ഇൻസൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോസസ് ലോയെ എങ്ങനെ മോഡിഫൈ ആണ്. അപ്പോൾ ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, ഓർ എപ്സിലോൺ 0 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു, അപ്പം ഈസ് ഈക്വൽ ടു ടോട്ടൽ. ഈ റോ എന്ന് എഴുതിയതിൻ്റെ മീനിങ് എന്താണ്, അത് ചാർജ് ഡെൻസിറ്റി ആണ്. ഏതൊക്കെ ചാർജ് ഡെൻസിറ്റീസ് അവിടെ വരും? ദെയർ വിൽ ബി എ ഫ്രീ ചാർജ് ഡെൻസിറ്റി, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു ചാർജ് ഡെൻസിറ്റി കൂടി ഉണ്ടാവുന്നുണ്ട് ഡ്യൂ ടു പോളറൈസേഷൻ. അപ്പോൾ ആ പോളറൈസേഷൻ കാരണമുള്ള ചാർജ്, ഇനി നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട, ഇവിടെ നമ്മൾ എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു എന്താണ്, റോ എന്തിൻ്റെ റോ ആണ്, എൻക്ലോസ്ഡ് ചാർജിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പം ഈ റോ എന്ന് പറയുന്നത് ഒരു ചാർജ് ഡെൻസിറ്റിയാണ്. ആ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഡ്യൂ ടു ഫ്രീ ചാർജസ് ഓർ മേ ബി ഡ്യൂ ടു ഫ്രീ ചാർജസ് ഓർ ബൗണ്ട് ചാർജസ്. അതെന്തുകൊണ്ടുണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇലക്ട്രിക് ഫീൽഡിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ചാർജ് ഡെൻസിറ്റി, അത് എങ്ങനെ ഉണ്ടായി എന്നത് പ്രശ്നമല്ല, അവിടെ ചാർജ് ഉണ്ടാവുന്നുണ്ടോ, ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ടോട്ടൽ റോ എൻക്ലോസ്ഡ്, അല്ലെങ്കിൽ അതിനെ എനിക്ക് എന്തെഴുതാം, ടോട്ടൽ റോ ടോട്ടൽന്നോ, അല്ലെങ്കിൽ സിംപ്ലി റോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു റോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി. അപ്പം ഇത് എഴുതുന്നതിന് പ്രത്യേകിച്ച് എന്ന ഒന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണോ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നത്, ആ ഗോസിയൻ സർഫസിനകത്ത് എന്തൊക്കെ ചാർജ് ഡെൻസിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചാർജസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഫ്രീ ചാർജസ് ഉണ്ട്, ബൗണ്ട് ചാർജസ് ഉണ്ട്. സോ റെസ്പെക്റ്റീവ് ഡെൻസിറ്റീസ് അവിടെ കൊടുത്തു, ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ് സിഗ്മ എഫ് ഇപ്പോൾ എടുക്കാഞ്ഞത്, സിഗ്മ ബി എടുക്കാഞ്ഞതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഫീൽഡ് ഇൻസൈഡ്. ഓക്കെ, ഇനി ഔട്ട്സൈഡിൽ എന്തായിരിക്കും, ഓക്കെ, ദെൻ അറ്റ് ദ സർഫസ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഓക്കെ, അപ്പം ഇൻസൈഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സിഗ്മ ബിയെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോ വി ഗോട്ട് എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ഫ്രീ ചാർജ് പ്ലസ് വാട്ട് ഈസ് റോ ബി. റോ ബിക്ക് വരെ എനിക്ക് എന്ത് ചെയ്യാം, റോ ബി ഈസ് ഈക്വൽ ടു ഓൾറെഡി നമുക്കറിയാം ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് മൈനസ് ഡെൽ ഡോട്ട് പി ആണെന്ന് അറിയാം. സോ instead of that we can substitute minus del dot p. ഓക്കെ, എന്നിട്ട് ഈ ഡെൽ ഡോട്ട് പിയും കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ പ്ലസ് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു റോ എഫ് എന്നെനിക്ക് കിട്ടും. ഓർ ഐ ക്യാൻ ടേക്ക് ദിസ് ഡെൽ ഡോട്ട് കോമൺ. സോ ഡെൽ ഡോട്ട് കോമൺ എടുക്കുകയല്ല, അത് ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ, ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് വെറുതെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിവിജ്വലി എടുക്കുന്നതിന് ഈക്വലൻ്റ് ആണ്. ആ ഒരു മീനിങ്ങിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഇത് കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ല. അതുപോലെ ഡെൽ ഡോട്ടിന് ആ പ്രോപ്പർട്ടി ഉണ്ട്. ഡെൽ ഡോട്ട് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എ പ്ലസ് ഡെൽ ഡോട്ട് ബി ആണ്. ഓക്കെ, ഈ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. കോമൺ എടുക്കുക എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഓക്കെ, സോ ഡെൽ ഡോട്ട് ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് പി, ഇതെല്ലാം വെക്റ്റർ ഫീൽഡുകളാണ്. ഓക്കെ, പി വിച്ച് ഈസ് ഈക്വൽ ടു റോ
എഫ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഗോസസ് ലോ ആക്ച്വലി ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടേമിനെ, ഓക്കെ, ദാറ്റ് ഈസ് എപ്സിലോൺ 0 ഇ പ്ലസ് പി എ, വി കോൾ ഇറ്റ് ആസ് എ ന്യൂ ലെറ്റർ ദാറ്റ് ഈസ് ഡി, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഹെഡിങ്ങും എന്ത് കൊടുത്തത്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കൊടുത്തത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും, ദറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ്. ഓക്കെ, അതായത് സംഗതി എന്തായി, നമ്മുടെ യൂഷ്വൽ ഗോസസ് ലോയുടെ ഏതാണ്ട് അതേ ഫോമിൽ തന്നെയാണ് അല്ലേ. അതും എങ്ങനെ തന്നെയാണ്, ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ എന്നായിരുന്നു. ഓക്കെ, റോ ബൈ എപ്സിലോൺ 0. ഒരു എപ്സിലോൺ 0യുടെ വ്യത്യാസമുള്ളൂ. ബൈ എ ഫാക്ടർ ഓഫ് എപ്സിലോൺ 0യുടെ വ്യത്യാസത്തിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള റിലേഷൻ തന്നെയാണ് ആരുടെ കേസിലും കിട്ടിയത്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിലും കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഗോസസ് ലോ ഇൻ ഡൈലക്ട്രിക്സ്. അപ്പോൾ ഇതൊരു ഡൈലക്ട്രിക് ആണ്, അങ്ങനെ ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള ഡേറ്റ ആക്ച്വലി എവിടെയാണുള്ളത്, ഈ ഡിയിലാണുള്ളത്. ഡിയിൽ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന വെക്ടറിനകത്താണ് നമ്മളതിനെ ബർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഇൻസൈഡ് ദാറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗോസസ് ലോ ഇൻ ഡൈലക്ട്രിക് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു കാര്യമുണ്ട്, നമുക്കിപ്പം ഈ ഗോസസ് ലോ ഇൻ ഡൈലക്ട്രിക് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് എല്ലായ്പ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം എന്നില്ല. ഓക്കെ, കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് റോ എഫ് എന്ന് പറയുന്ന മാത്രമാണ് നമുക്ക് കൺട്രോളുള്ള സാധനം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് അല്ലെങ്കിൽ എടുക്കുന്ന ചാർജ് എന്നൊക്കെ പറയുന്നത് എന്താണ്, റോ എഫ് ആണ്. അപ്പോൾ റോ എഫ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഡെൽ ഡോട്ട് ഡി, ഓർ സിമെട്രിയും കൂടെ ഉണ്ടെങ്കിൽ, ഗോസസ് ലോ ആണല്ലോ, അപ്പം സിമെട്രിയും കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡി. നമുക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡി ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, വി കനോട്ട് കാൽക്കുലേറ്റ് ഇ ഓർ പി, അല്ലെങ്കിൽ അതിൽ നിന്ന് പി ഡയറക്റ്റ്ലി നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. അതിന് വേറെ മെത്തേഡ്സ് ചിലപ്പോൾ നോക്കേണ്ടി വരും. പി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് വേറെ ഉണ്ട്, സസെപ്റ്റബിലിറ്റി വരുന്ന സമയത്ത് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റിലേഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന്, അതായത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ പി വന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ബൗണ്ട് ചാർജസിലാണ്. അത് ബൗണ്ട് ചാർജസ് നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഡി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ഹൗ ടു കാൽക്കുലേറ്റ്. അപ്പോൾ ഇത്രയുള്ള കാര്യം, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ടോട്ടൽ ചാർജായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ട് സിഗ്മ ബി അവോയ്ഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. കാരണം പലയിടത്ത് എടുക്കുമ്പോഴും പല കൺക്ലൂഷൻ എന്നുള്ള രീതി പറയാം, അത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറയാം. ഓക്കെ, നല്ല മഴ പെയ്യുന്നു. ഓക്കെ, സൗണ്ട് ചിലപ്പോൾ കുറയുമായിരിക്കും. ഓക്കെ, സോ സിഗ്മ ബി എന്ന് പറയുന്നതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഒരു താൽക്കാലിക റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻസൈഡ്. ഓക്കെ, ഇനി ഇൻസൈഡ് അല്ല, സർഫസിലാണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും നമ്മൾ സിഗ്മ ബിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഈ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഇങ്ങനെയാണ്. വി ഹാവ് എ ലോങ് സ്ട്രെയിറ്റ് വയർ. ഓക്കെ, എ ലോങ്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. ഓക്കെ, ഓക്കെ, ലൈൻ ചാർജ് ലാംഡയാണ്. ഈസ് സറൗണ്ടഡ് ബൈ എ റബ്ബർ ഇൻസുലേഷൻ ഔട്ട് ടു എ റേഡിയസ് എ. അതായത് എ റേഡിയസ് ഉള്ള ഒരു റബ്ബർ ഇൻസുലേഷൻ ഇതിന് ചുറ്റുമുണ്ടെന്ന് വിചാരിക്കാം, അങ്ങോട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ വയർ. നമ്മുടെ യൂഷ്വൽ വയർ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഓക്കെ, ആക്ച്വലി നമ്മൾ ഇതിൻ്റെയൊക്കെ കണ്ടുപിടിക്കുന്നതിനകത്ത് റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനില്ല, നമ്മുടെ സബ്ജക്റ്റില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻഫൈനൈറ്റ്ലി ലോങ് വയറൊക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഈ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ഒക്കെ പഠിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനകത്താണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു സാധനമുണ്ട്, എന്താണ്, നമ്മുടെ ഒരു സിംഗിൾ വയറിനകത്തൂടെ നമുക്കൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്മിഷനകത്തുണ്ടാകുന്ന ലോസും കാര്യങ്ങളൊക്കെ ലോസ് മീൻസ് LOSS. ഓക്കെ, ലോസും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ ജനറലി ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുക. സോ ട്രാൻസ്മിഷൻ ലൈൻസിനെ കുറിച്ച് പഠിക്കുന്നിടത്ത് ഇത്തരം
ഈ ഐഡിയാസ് അതുകൊണ്ടാണ് നമ്മൾ ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വയർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊന്നും അഫക്റ്റ് ചെയ്യില്ല. സോ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് എടുക്കും. പിന്നെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസിൽ തന്നെ കാണുന്ന വേറൊരു സാധനമാണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിലിണ്ടർ, അതിൻ്റെ മേളിൽ ഒരു ഡൈലക്ട്രിക്, ദെൻ അതിൻ്റെ മുകളിൽ ഒരു മെറ്റലിൻ്റെ ഒരു ക്ലാഡിങ് പോലൊരു സാധനം, ഇങ്ങനെ ഒരു മെറ്റൽ കവറിങ്, നമ്മുടെ കോയാക്സിയൽ കേബിള്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫീൽഡുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നീട് ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ ഇല്ല, നിങ്ങൾക്കത് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇറ്റ്സ് റേഡിയസ് ഈസ് എ. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫൈൻഡ് ഡി. ഓക്കെ, ഫൈൻഡ് ഡി. ഡി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഡ്രോ എ. അപ്പം നമുക്ക് പലയിടത്തെ കണ്ടുപിടിക്കാം. എന്ത്? ഇവിടുത്തെ കണ്ടുപിടിക്കാം, ഇവിടുത്തെ കണ്ടുപിടിക്കാം. സോ ഞാൻ തൽക്കാലം ഇവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻസൈഡ് ദ ഡൈലക്ട്രിക് ആണ് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഐ എം ഡ്രോയിങ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു ഗോസിയൻ സർഫസ് എടുത്തു. ഓക്കെ, ഇത് നമ്മുടെ ഗോസിയൻ സർഫസ് ആണ് ഓഫ് സം റേഡിയസ് എസ് എന്ന് വിചാരിക്കുക. കാരണം സിലിണ്ടറിക്കൽ പോളാർ ആയതുകൊണ്ടാണ് എസ് എടുക്കുന്നത്. എസ് റോ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ സോ ദിസ് ഈസ് മൈ സിലിണ്ടർ. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഡെൽ ഡോട്ട് ഡി. ഓക്കെ, ഇതിനും അടുത്ത ഫോമും കൂടെ പറഞ്ഞില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഗോസസ് ലോ എഴുതിയിരുന്നത് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്നാണ് എഴുതിയിരുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ഗോസസ് ലോ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ചില സമയത്ത് അങ്ങനെ എടുത്ത് ചോദിക്കാം. ഗോസസ് ലോ ഇൻ ഡൈലക്ട്രിക്സ് ഇൻ ഡിഫറൻഷ്യൽ ഫോം എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഗോസസ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോമാണ്. ഓക്കെ, കാരണം ഇതൊരു ഡിഫറൻസിയേഷൻ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ്. സോ ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഫോം. അതേപോലെ ഇൻ്റഗ്രൽ ഫോം ഉണ്ട്. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളൊരു സാധനം. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇൻ്റഗ്രൽ ഫോം. ഓക്കെ, കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇൻ്റഗ്രൽ ഫോം എന്നോ ഡിഫറൻഷ്യൽ ഫോം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എടുത്തറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അതേപോലെ ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഫോമാണ്. ആൻഡ് വി ഹാവ് എ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ഫോം. എങ്ങനെ കണ്ടുപിടിക്കും? സോ ഫോർ ദാറ്റ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് എടുക്കുക. ദെൻ രണ്ട് സൈഡിലും ഐ ആം ടേക്കിംഗ് ദ വോളിയം ഇൻ്റഗ്രൽ ഡി ടോ. ഇനി ഇത് നിങ്ങൾക്കറിയാം, ഡെൽ ഡോട്ട് ഇ ഡി ടോ എന്ന് പറയുന്നത് ഒരു ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസിൻ്റെ വോളിയം ഇൻ്റഗ്രലാണ്. അതിന് എനിക്ക് എന്തായിട്ട് എഴുതാം? ടോട്ടൽ ഫ്ലെക്സ് ത്രൂ ദ സർഫസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഗോസ് ഡൈവേർജൻസ് തിയറം അനുസരിച്ച് ഇതെന്താണ്? ടോട്ടൽ ഫ്ലെക്സ് ത്രൂ ദ സർഫസ് ഡി ഡോട്ട് ഡി എസ് എന്നെനിക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻ്റഗ്രൽ ഫോം of Gauss's law in dielectrics. ഓക്കെ, നമുക്ക് ഇതാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നുകൂടെ എടുത്തെഴുതിയത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് എന്ത് വേണം? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമെട്രിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടായിരിക്കും? ഇതിലേക്കൂടെ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഇങ്ങോട്ടുള്ള ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്നെടുക്കുന്നു. അങ്ങനെ റേഡിയലി ഔട്ട്വേർഡ് ആണ്. അങ്ങനെ റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ ഇതിലേക്കൂടെയുള്ള ഫ്ലെക്സും ഇതിലേക്കൂടെയുള്ള രണ്ട് ഫ്ലാറ്റ് സർഫസിൽ കൂടെയുള്ള ഫ്ലെക്സ് 0 ആണ്. ഇത് ഞാൻ ഇനി ഒന്നുകൂടെ പറയുന്നില്ല. അപ്പം ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ഡി ഇൻറ്റു ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് വരും. ഡി ഡോട്ട് എടുക്കണ്ട, കാരണം എന്തുകൊണ്ട്? എപ്പോഴും നോർമലാണ്. ആക്ച്വലി ഡോട്ട് എടുക്കുന്നുണ്ട്. സോ ഇൻ്റഗ്രേഷൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. ദാറ്റ് ഈസ് 2π s ഇൻറ്റു ദ ലെങ്ത്. അപ്പം ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് ലെറ്റ് ഇറ്റ് ബി എൽ എന്ന് വിചാരിച്ചു. ഓക്കെ, എൽ ലെങ്ത് ഉള്ള ഒരു സിലിണ്ടറാണ്. സോ 2π SL ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? നമ്മൾ ഫ്രീ ചാർജ് മാത്രം എടുത്താൽ മതി. കാരണം ഇക്വേഷൻ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ക്യൂ എഫ് എൻക്ലോസ്ഡ് ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. കാരണം ഫ്രീ ചാർജ് ആണെന്ന് അറിയണം. നമുക്ക് ബൗണ്ട് ചാർജ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതിനെ നമ്മൾ നേരെ ഡിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി ആണ്. അതുകൊണ്ട് നമ്മൾ എന്തിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നീഡ് നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ബൗണ്ട് ചാർജസ്. റൈറ്റ് സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാംഡ എൽ. എൽ ക്യാൻസലായി. ദെർഫോർ ഡി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π s ഇൻറ്റു എസ് ക്യാപ് എന്നെനിക്ക്. So this is the electric displacement due to something like this. Okay, ഒരു വയറിന് ചുറ്റും ഒരു റബ്ബർ
എന്താണ് ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻസുലേഷൻ അകത്തുള്ള ഫീൽഡാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ that d is equal to എന്താണ് എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ് അല്ലേ. എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എസ് ഇൻറ്റു എസ് ക്യാപ്പ് ആണ്. ഓക്കെ, ഇനി അപ്പം ഇങ്ങനെ കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ വയറ്, ഇതിന് ചുറ്റുമുള്ള നമ്മുടെ റബ്ബർ ഇൻസുലേഷൻ. ദെൻ ഔട്ട്സൈഡ് ഒരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്? ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, ഔട്ട്സൈഡ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡിലെ പോളറൈസേഷൻ എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ ഔട്ട്സൈഡിലെ പോളറൈസേഷൻ എത്രയായിരിക്കും? ദാറ്റ് പി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ മെറ്റീരിയൽ ഒന്നുമില്ല, ദിസ് ഈസ് വാക്വം. അപ്പം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ അതായത് ഏതിന് നമ്മുടെ ഇൻസുലേഷനും പുറത്തു പോയി കഴിഞ്ഞാൽ അവിടുത്തെ പി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താവും? ഫോർ ആൻ ഔട്ട്സൈഡ് പോയിൻറ്റ് ഔട്ട്സൈഡ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ. അപ്പം നിങ്ങൾക്ക് വേറൊരു രീതി പറഞ്ഞാൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇല്ലാത്ത സ്ഥലത്തും എനിക്ക് എന്തെഴുതാൻ പറ്റും? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എഴുതാൻ പറ്റും. അതെന്താണ്? എപ്സിലോൺ 0 ഇ ആണ്. ഓക്കെ, അത് അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും, ചിലയിടത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. സോ ഇല്ലെങ്കിൽ ഡിയുടെ ടേംസിലേക്ക്. പക്ഷേ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്തുണ്ടാവും? ഒരു പോളറൈസേഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ പോളറൈസേഷൻ ഇല്ലാത്ത സ്ഥലത്ത് അത് 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എസ് ഇൻറ്റു എസ് ക്യാപ്പ്. ദെൻ ഇതിനകത്തുനിന്ന് ഇ എഴുതിയാൽ എന്ത് വരും? ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എസ് ഓർ 2 പൈ ആർ എന്നൊക്കെ ആയിരുന്നു തോന്നുന്നു നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ വിളിച്ചത്, ഓർമ്മയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ. ഓക്കെ, എപ്സിലോൺ 0 എസ് ക്യാപ്പ്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നുണ്ട്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആ ഇൻസുലേഷൻ ഉള്ള സ്ഥലത്ത് മാത്രമേ എന്തിൻ്റെ എഫക്റ്റ് ഉള്ളൂ? നമ്മുടെ പോളറൈസേഷൻ്റെ എഫക്റ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് അവിടുത്തെ ഫീൽഡ് മാറിയത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മുടെ വൈ വി ആർ നോട്ട് കൺസിഡറിങ് സിഗ്മ എഫ്? ഡിറൈവ് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് നമ്മൾ സിഗ്മ എഫിനെ എടുത്തില്ല? അതിൻ്റെ ഒരു റീസൺ നമ്മൾ പറഞ്ഞത് ഇൻസൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇൻസൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇൻസൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഗോസസ് ലോ ആണ്, അതുകൊണ്ട് ക്ലോസ്ഡ് സർഫസിനകത്ത് അത് വരില്ല. സോ ദർ ഇസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് സിഗ്മ എഫ്. ഇനി ഔട്ട്സൈഡിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, ഡി ഓർ ഇലക്ട്രിക് ഫീൽഡ് ഓർ സംതിങ്. ഓക്കെ, ഡി കാൽക്കുലേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ പി എന്തായി പോവും? പി ഈക്വൽ ടു 0 ആയി പോവും. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇനി ഇവിടെ ചാർജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്താലും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നല്ലേ ഗോസസ് ലോയുടെ ഇത് വരയ്ക്കുന്നത്? ഐ മീൻ, അതായത് ഇതാണ് നമ്മൾ നേരത്തെ കേസിന് ഗോസസ് ലോ കൺസിഡർ ചെയ്ത് എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് നമ്മുടെ റബ്ബർ ഇൻസുലേഷൻ. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് പുറത്ത് ഒരു ഗോസിയൻ സർഫസ്, അഗെയിൻ ഇറ്റ്സ് എ സിലിണ്ടർ, കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത സിലിണ്ടർ ഉണ്ടെങ്കിൽ ഈ സിലിണ്ടർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന ചാർജസ് ചുമ്മാ നോക്കാം. ഓക്കെ, എന്ത് വരും? റോ എഫ്. ഓക്കെ, അതായത് ഇവിടുത്തെ സാധാ ഡെൽ ഡോട്ട് ഇ എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണം? റോ എഫ് പ്ലസ് റോ ബി പ്ലസ് സിഗ്മ ബി. ഓക്കെ, പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും റോ ബിയും സിഗ്മ ബിയും കൂടെ എന്ത് ചെയ്യും? ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ദ മെറ്റീരിയൽ ഇറ്റ് സെൽഫ് ന്യൂട്രലാണ്. അപ്പോൾ അതിനകത്തെ ചാർജുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നതിൻ്റെ പോളറൈസ് ചെയ്തതിൻ്റെ ബേസിലുണ്ടായ ചാർജ് ഡെൻസിറ്റീസാണ് സിഗ്മ ബിയും റോ ബിയും. അപ്പം ടോട്ടലി അതെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു റോ ബി പ്ലസ് സിഗ്മ ബി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദിസ് ടൈം ഗോസ് ടു 0, ദെൻ റോ എഫ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ദർ ഇസ് നോ നീഡ് ടു കൺസിഡർ. നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. കൺസിഡർ ചെയ്താലും അത് എന്ത് വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സർഫസിലെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് കേസ്, ഇതാണ് നമ്മുടെ ഇൻസുലേഷൻ എന്ന് വിചാരിക്കുക. ഈ സർഫസിൽ, അതായത് അറ്റ് എസ് ഈക്വൽ ടു അതിൻ്റെ റേഡിയസ് ആറാണെന്ന് വിചാരിക്കുക. ആറെന്നോ എന്തോ എടുത്ത്, അല്ലെങ്കിൽ എ എന്നല്ലേ എടുത്ത്. ഓക്കെ, എ ആണെങ്കിൽ അറ്റ് എയിലെ ഫീൽഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരും? സിഗ്മ കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ നമ്മൾ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോ എഫ്
സോറി റോ ബി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് എവിടെയാണ്, എന്താണ്, ഡെൽ ഡോട്ട് പി എന്നാണ്, മൈനസ് ഡെൽ ഡോട്ട് പി എന്നാണ് എനിക്ക് റോ ബി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ അല്ലെങ്കിൽ നമ്മുടെ ഡിക്കകത്ത് തന്നെ എന്തുണ്ട്, ഒരു ഡെൽ ഡോട്ട് ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഉണ്ടല്ലോ. അപ്പം ആക്ച്വലി ദർ ഈസ് എ ഡെൽ ഡോട്ട് പി. അപ്പോൾ ഈ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് ഇതിനകത്തെ പോളറൈസേഷൻ എന്ന് പറയുന്നത്, പോളറൈസേഷൻ ഇൻസൈഡ് മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അബ്രപ്റ്റ്ലി പോളറൈസേഷൻ ഇല്ലാണ്ടായി പോകും. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ പോളറൈസേഷൻ നോക്കി നോക്കി വന്നു കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങുന്ന സമയത്ത് പോളറൈസേഷൻ അബ്രപ്റ്റ്ലി ചേഞ്ച് ചെയ്യാണ്, ഓർ അത് ഒരു അബ്രപ്റ്റ്ലി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആവുകയാണ്, പെട്ടെന്ന് അത് 0 ആയി മാറുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഒരു കോൺസ്റ്റൻറ്റ് പോളറൈസേഷൻ ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് 0 ആയിട്ട് മാറുന്നു. ആ സ്ഥലത്ത് നിങ്ങൾ ഡെൽ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ ഡെറിവേറ്റീവ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് ഹാവ് എ ഡെറിവേറ്റീവ് അറ്റ് ദിസ് അബ്രപ്റ്റ് ചേഞ്ചിങ് പോയിന്റ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു റീജിയൺ കൺസിഡർ ചെയ്യുന്നില്ല, ഓർ അറ്റ് ദ സർഫസ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ഇൻസൈഡ് മാത്രം, ഇൻസൈഡും ഔട്ട്സൈഡും എടുക്കാം. ഔട്ട്സൈഡ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ 0. സോ ഇൻസൈഡിൽ മാത്രമാണ് പോളറൈസേഷനും അല്ലെങ്കിൽ കറസ്പോണ്ടിങ്ങിലി റോ ബിയും സ്മൂത്ത് വേരിയേഷൻ ഉള്ളത്. ഓക്കെ, ആ സ്മൂത്ത് ചേഞ്ച് ഉള്ളിടത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഗോസസ് ലോ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡൈഇലക്ട്രിക്സിലെ ഗോസസ് ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഫോർ ഇൻസൈഡ് ദ കണ്ടക്ടറാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഗോസസ് ലോയെക്കുറിച്ച് പറയാനുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി, ഈ ഒരു കണ്ടീഷൻസ് മാത്രം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ഗോസസ് ലോയും ഇൻ ഡൈഇലക്ട്രിക്സും അല്ലാതുള്ള ഇൻ ഫ്രീ സ്പേസും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് കിട്ടിയത് എന്താണ്, ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആൻഡ് മറ്റേത് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ഓക്കെ, രണ്ടിടത്തെ റോ സെയിമാണ്, കാരണം ഈ റോ എന്ന് പറയുന്നത് ഫ്രീ ചാർജാണ്, ഈ റോ എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജാണ്. അപ്പോൾ ഇത് തമ്മിലൊരു കമ്പാരിസൺ വന്നതുപോലെ, അതായത് ഡൈവേർജൻസ് ഓഫ് ഇ എന്ന് പറയുന്നതിൽ ഉള്ള വ്യത്യാസം ഇത് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ്, എപ്സിലോൺ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡിയുടെ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് എന്തെടുക്കാം, ഡെൽ ക്രോസ് ഇ എടുക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഡെൽ ക്രോസ് ഇ എന്താണ്, 0 ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, വി ക്യാൻ ടേക്ക് ഡെൽ ക്രോസ് ഡി. ഓക്കെ, ദാറ്റ് ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ഡെൽ ക്രോസ് ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ്, ഓക്കെ, എപ്സിലോൺ 0 എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഇ പ്ലസ് ഡെൽ ക്രോസ് പി എന്ന് എനിക്ക് എഴുതേണ്ടി വരും. എപ്സിലോൺ 0 ഇതിൻ്റെ കൂടെ മാത്രമേ ഉള്ളേ. സോ ഡെൽ ക്രോസ് പി എന്ന് എനിക്ക് എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഡെൽ ക്രോസ് ഇ 0 ആയി പോകും, നോ പ്രോബ്ലം. പക്ഷേ എപ്പോഴും എന്ത് എക്സിസ്റ്റ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് പി. അതുകൊണ്ട് ഈ ഒരു ഡിസെപ്റ്റീവ് പാരലൽ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഗ്രിഫിത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഡിസെപ്റ്റീവ് പാരലൽ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഡിസെപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഡിസീവിങ്, മിസ്കൺസെപ്ഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു സാധനമാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ വരരുത്. പക്ഷേ ഡെൽ ഡോട്ട് ഡി 0 ആവുന്ന കേസസ് ഉണ്ട്. അതായത് ഡെൽ ഡോട്ട് ഡി 0 ആവാന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് പി എന്താവണം, ഡെൽ ഡോട്ട് ഡി അല്ല പറഞ്ഞത്, ഡെൽ ഡോട്ട് ഡി റോ ആവും, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ടി റോ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ റോ ആയി, ഡെൽ ക്രോസ് ഇ 0 ആണ്. അതുകൊണ്ട് ഡെൽ ക്രോസ് ഡിയും 0 ആവും എന്ന് കരുതി എഴുതി വെക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഡിസെപ്ഷൻ നമുക്കുണ്ടാവാം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നത് എടുത്ത് പറയുന്നുണ്ട്. കാരണം ഡെൽ ക്രോസ് ഡി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഡെൽ ക്രോസ് പി. പക്ഷേ ഈ ഡെൽ ക്രോസ് പി എന്ന് പറയുന്നത് 0 ആവുന്ന കേസസ് ഉണ്ട്. കാരണം ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആവുന്ന കേസിലൊക്കെ എന്തായിരിക്കും, ഡെൽ ക്രോസ് പി എന്ന് പറയുന്നത് ഒരുപാട് കേസസിൽ ഡെൽ ക്രോസ് പി 0 ആണ്. പക്ഷേ ജനറലി, ഓക്കെ, ഇൻ ജനറൽ ഡെൽ ക്രോസ് പി എന്താണ്, ഈസ് നോട്ട് ഈക്വൽ ടു 0 ഇൻ ജനറൽ. ഓക്കെ, അതുകൊണ്ട് ഡെൽ ക്രോസ് ഡിയും എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം അതുകൊണ്ട് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് അഫക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ബൗണ്ടറി കണ്ടീഷനെ ഈ സാധനം അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ആ ഡിസെപ്റ്റീവ് പാരലൽ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് തമ്മിൽ കമ്പയർ ചെയ്തത് എവിടെയെങ്കിലും വാട്ട് ഈസ് കേൾ ഓഫ് ഡി എന്നെവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് 0 എന്ന് എഴുതി വെക്കരുത്. ഓക്കെ,
ഇനി നമുക്ക് പറയാനുള്ളത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ഓക്കെ, സോ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ഡി. ഓക്കെ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്താണ്? അപ്പം ബൗണ്ടറി കണ്ടീഷൻസ് നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ പെർപെൻഡിക്കുലർ നമ്മൾ എന്തായിരുന്നു ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞത്? അതായത് വി ഹാവ് എ ബൗണ്ടറി, ഓക്കെ, സെപ്പറേഷൻ. ഓക്കെ, അപ്പം ഈ സെപ്പറേഷനിൽ വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക, രണ്ട് മീഡിയസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ബിലോ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ എബവ് ഉണ്ട്. ഓക്കെ, ഒരേ ഫീൽഡ് തന്നെയാണ്, പക്ഷേ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിനെന്താണ് സംഭവിക്കുന്നത്? അറ്റ് ദ ബൗണ്ടറി വാട്ട് ഹാപ്പൻസ്, അല്ലെങ്കിൽ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്? അതായത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന് തന്നെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈ പാരലൽ ആൻഡ് ഈ പാരലൽ ബിലോയുടെ പ്ലസ് ഈ പെർപെൻഡിക്കുലർ ബിലോ. ഓക്കെ, ഈ പാരലൽ ആൻഡ് ഈ പെർപെൻഡിക്കുലർ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇതുപോലെ. അതുപോലെ ഇവിടുത്തെ എഴുതി കഴിഞ്ഞാൽ ഈ പാരലൽ എബവ് പ്ലസ് ഈ പെർപെൻഡിക്കുലർ ബിലോ, എബവ്. അപ്പം ഇതിനകത്ത് നിന്ന് ഇവിടെ നിന്ന് മേളിലേക്ക് വരുമ്പം ഈ പാരലൽ കമ്പോണൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും, ദെൻ അതേപോലെ പെർപെൻഡിക്കുലർ കമ്പോണൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഓക്കെ, ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? മാറ്റം ഉണ്ടാവുന്നില്ല. ഈ കാൽക്കുലേഷനാണല്ലോ നമ്മൾ എന്ത് വിളിച്ചത്? ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ ആ ബൗണ്ടറി കണ്ടീഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒന്ന് നമ്മൾ എഴുതിയത് ഇൻ്റഗ്രൽ, നമ്മൾ നേരത്തെ കാര്യമാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഓക്കെ, ഈസ് ഈക്വൽ ടു ക്യൂ ദ ചാർജ്. ഓക്കെ, ക്യൂ ബൈ എപ്സിലോൺ 0. ഇതാണ് നമ്മൾ ആദ്യത്തെ എടുത്തത്. അതേപോലെ രണ്ടാമത്തെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് അപ്ലൈ ചെയ്യാൻ ഇതുകൊണ്ട്. പിന്നെ അതേപോലെ ഇൻ്റഗ്രൽ ഇത് സർഫസ് ഇൻ്റഗ്രലാണ്. ഓക്കെ, ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. എവിടെ നിന്ന് എഴുതിയ? ദിസ് ഈസ് ഫ്രം ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്, ഇൻ്റഗ്രൽ ഫോമാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണ്? ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, രണ്ടിടത്ത് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഇയെ സർഫസ് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി മാറ്റാം? സർഫസ് ഇൻ്റഗ്രലിനെ ലൈൻ ഇൻ്റഗ്രലാക്കി മാറ്റുമ്പോൾ ഇങ്ങനെ കിട്ടും. പോട്ടെ, പഴയ കാര്യങ്ങളാണ്, പിന്നീട് നോക്കിയാൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ടാക്കിയെടുത്തത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മളിങ്ങനെ ഒരു ബൗണ്ടറി എടുത്തു. ആ ബൗണ്ടറിയിൽ ഇത് ഡി എസ് ആണ്, ദാറ്റ് മീൻസ് ഒരു സർഫസ് ഇൻ്റഗ്രലാണ്. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ പിൽ ബോക്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, കൺസിഡർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ഈ പാരലുണ്ട്. പക്ഷേ ആ ഈ പാരലും ഈ സർഫസും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? വി ടേക്ക് ദിസ് സർഫസ്, അല്ലെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സോ ടൈനി ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇവിടുത്തെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണ്ട. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ എബവും ഈ പെർപെൻഡിക്കുലർ ബിലോയും ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് എന്നിട്ട് എന്ത് ചെയ്യും? ഈ പെർപെൻഡിക്കുലർ എബവ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ. ഇനി ഡോട്ട് ഡി എസ് ഉണ്ട്, അതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു സം സിഗ്മ എ, ദാറ്റ് ഈസ് എ ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. സോ എ കോമൺലി ക്യാൻസൽ ആയിപ്പോയി. ദെൻ വി ഗോട്ട് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, ഈ രീതിയിൽ, അതായത് ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു പിൽ ബോക്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഇ ഡോട്ട് ഡി എൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഇ ഡോട്ട് ഡി എൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ലൂപ്പാണ് എടുത്തത്. ദെൻ ത്രൂ ദിസ് ലൂപ്പ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഈക്വേറ്റ് ടു 0 ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കണ്ടുപിടിച്ചത്. ഓക്കെ, അത് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ, ബൗണ്ടറി കണ്ടീഷൻ എല്ലായിടത്തും ഇത്തരം ലോകൾ, ഓക്കെ, ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രലിൻ്റെ ലോകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അതിനി മാഗ്നറ്റിക്സിനകത്തും ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്, അതും നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു ജനറൽ അപ്രോച്ച് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യു കനോട്ട് ഹാവ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ എവിടെ ഇല്ല. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ലൈൻ ഇൻ്റഗ്രലിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽ തന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അത് പാരലൽ കമ്പോണൻസ് ആണ് തന്നത്. അതായത് ഈ പാരലൽ രണ്ടിടത്തെയും എബവ് ആണെങ്കിലും ബിലോ ആണെങ്കിലും സെയിം ആണെന്നുള്ള റിസൾട്ടാണ് തന്നത്. അതുകൊണ്ട് ഡി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വി കനോട്ട് ഹാവ് എ ഡി പാരലൽ ആൻഡ് ഡി പാരലൽ എബവും ഡി പാരലൽ ബിലോയും തമ്മിൽ
കമ്പയർ ചെയ്യാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നിങ്ങൾ വിട്ടേക്കൂ, അത് നമുക്ക് വേറൊരു രീതിയിൽ അത് എഴുതാം. പക്ഷേ now you have to calculate the boundary condition of D using D dot ds is equal to rho f. ഓക്കെ, ഇത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യു ടേക്ക് എ ബൗണ്ടറി എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലിണ്ടർ ഓഫ് ഹൈറ്റ് എപ്സിലോൺ, ദാറ്റ് എപ്സിലോൺ ഈസ് വെരി സ്മോൾ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സിലിണ്ടർ എടുക്കുക. സിലിണ്ടർ എടുത്തതിന് ശേഷം ഒരു ഡി ഉണ്ട്. അപ്പം ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി പെർപെൻഡിക്കുലർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഡി പെർപെൻഡിക്കുലർ ഉണ്ട്. ദെൻ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പം പെർപെൻഡിക്കുലർ കമ്പോണൻസിനെ ഇക്വേറ്റ് ചെയ്താൽ പാരലൽ കമ്പോണൻസ് ഉണ്ട്, അത് നിങ്ങൾ എടുക്കേണ്ട, സിൻസ് എപ്സിലോൺ 0 ആവുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ യു വിൽ ഫൈൻഡ് ഫൈൻഡ് എ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ദിസ്. ഓക്കെ, പെർപെൻഡിക്കുലർ കമ്പോണൻസിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് എഴുതി ചെയ്തേ. ഒറ്റ മിനിറ്റ്, നമ്മൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. കാരണം ഇതേ സാധനം നമ്മൾ ഇവിടെ മാഗ്നറ്റിസം ചെല്ലുമ്പോഴും ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. സോ ഈ ഇൻ്റഗ്രൽ മാത്രം തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് 3 സർഫസ് ഉണ്ട് അല്ലേ, ഒരു സിലിണ്ടർ ആയതുകൊണ്ട് കർവ്ഡ് സർഫസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഇത് വെച്ചിട്ട് നിങ്ങൾ മറ്റേ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മറ്റേടത്ത് എന്താണ്, ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്നോ ഡി എന്നോ എന്താ എഴുതിയെന്ന് വെച്ചാൽ ഡി എ. ഓക്കെ, ടോട്ടൽ. അപ്പോൾ ഇതെന്താവും, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എ, സെക്കൻഡ് ഇ ഡോട്ട് ഡി എ, സെക്കൻഡ് സർഫസ്, തേർഡ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ ഇ ഡോട്ട് ഡി എ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇ ഡോട്ട് ഡി എ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എബോവ് ദിസ് ദർ ഈസ് എ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. ഇവിടെ എന്തുണ്ട്, പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് നേരെ മുകളിലേക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ് സർഫസിലും ഐ തിങ്ക് ദിസ് ഈസ് ദ തേർഡ് സർഫസിലും എന്തുണ്ട്, ഈ പെർപെൻഡിക്കുലർ എബോവ് ഡോട്ട് എ. ദെൻ അടുത്ത സെക്കൻഡ് സർഫസിൽ ഈ പാരലൽ, കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരിക, ഈ പാരലൽ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ആ കർവ്ഡ് സർഫസ് വരും. ദെൻ താഴെ എന്ത് വരും, താഴത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മേളിലേക്കാണ്, സർഫസ് താഴേക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിനൊരു 2 ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് മൈനസ് ഇ ബിലോ പെർപെൻഡിക്കുലർ ഡോട്ട് എ. ഇവിടെ ബിലോ എടുക്കാനുള്ള കാരണം എന്താ, കാരണം ഈ ലൈന് താഴെയാണ് അത് വരുന്നത്, ഇത് എബോവ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി എടുക്കുന്ന സമയത്ത് ഈ കർവ്ഡ് സർഫസിലെ സാധനം 0 ആയിപ്പോവും. കർവ്ഡ് സർഫസിലെ സാധനം 0 ആവാനുള്ള റീസൺ എന്താണ്, സിൻസ് എപ്സിലോൺ ഈസ് ടു സ്മോൾ, നമ്മൾ ഈ ടേം എന്താക്കുന്നു, 0 ആക്കുന്നു. അപ്പം ഈ പെർപെൻഡിക്കുലർ എബോവ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ ഇസ് ഈക്വൽ ടു, ഇത് ഈക്വൽ ടു എന്ത് വരുന്നു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എയുടെ റൈറ്റ് സൈഡ് എന്താണ്, ദാറ്റ് ഈസ് ക്യൂ ആണ്. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് എനിക്ക് എഴുതാം. ആ ക്യൂവിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിരുന്നല്ലോ, ഈ പ്ലെയിൻ്റെ സർഫസിൽ വരുന്ന ചാർജാണ്. ആ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ സർഫസ് ചാർജ് സിഗ്മ ആണെങ്കിൽ സിഗ്മ ഇൻറ്റു എ ആയിരിക്കും. അപ്പം ഈ എയും ഇവിടുത്തെ എല്ലാ എയും കൂടെ ക്യാൻസലായിട്ട് ഈ പെർപെൻഡിക്കുലർ എബോവ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ ഇസ് ഈക്വൽ ടു സിഗ്മ എന്ന് കിട്ടുമായിരുന്നു, സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, കാരണം ഗോസസ് ലോയിലുള്ള എപ്സിലോൺ 0. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദ സെയിം വേയിൽ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ആക്ച്വലി അത് നമ്മൾ ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് റീകാസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രിഫിത്തിൽ അതങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തിട്ടില്ല. ഓക്കെ, ഡ്രൈവ് ചെയ്തെടുക്കാതെ ഇത് നമ്മുടെ സാധാ നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രിക് ഫീൽഡിൻ്റെ അറിയാമല്ലോ, അതിൽ നിന്ന് വി ക്യാൻ റീകാസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഓർ നമ്മളിവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇവിടെ ഫസ്റ്റ് സർഫസ്, ഈ സർഫസ് എടുക്കേണ്ട കാര്യമില്ല, പിന്നെ 2 സർഫസേ ഉള്ളൂ. 2 സർഫസിൽ എടുക്കുന്ന സമയത്ത് വൺ ഈസ് ഡി പെർപെൻഡിക്കുലർ ബിലോ, സോറി മുകളിലത്തേത് പോസിറ്റീവായിട്ടല്ല എടുക്കുന്നത്. അപ്പം ഡി പെർപെൻഡിക്കുലർ എബവ് ഡോട്ട് ഏരിയ, ദാറ്റ് ഈസ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ആയിരിക്കും. ആ ഏരിയ ഞാൻ കോമൺ എടുക്കാം, മൈനസ് ഡി പെർപെൻഡിക്കുലർ ബിലോ, ഓക്കെ ബിലോ ഒരല്ലേ ഉള്ളൂ, ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് നിർത്താം. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദെൻ ഡി പെർപെൻഡിക്കുലർ എബോവ് മൈനസ് ഡി പെർപെൻഡിക്കുലർ ബിലോ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ്. സിഗ്മ എഫ് അല്ല, ടോട്ടൽ ചാർജ് ആണ് വേണ്ടുന്നത് റൈറ്റ് സൈഡിൽ. ആ ടോട്ടൽ ചാർജ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു,
ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ്. സോ ദാറ്റ് സിഗ്മ എഫ് ഇൻറ്റു എ എന്നെനിക്ക് എഴുതാം. സോ ഈ എ ആൻഡ് എ ഗെറ്റ് ക്യാൻസൽ. സോ ഡി പെർപെൻഡിക്കുലർ എബവ് മൈനസ് ഡി പെർപെൻഡിക്കുലർ ബിലോ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എന്നെനിക്ക് കിട്ടും. അതായത് പെർപെൻഡിക്കുലർ കമ്പോണൻസ് എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി പാരലൽ കമ്പോണൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നു, അതേപോലെ തന്നെ കിട്ടി. കാരണം രണ്ടും ഏതാണ്ട് ഒരേ റിലേഷനാണ്. നമുക്ക് ആക്ച്വലി ഇത് എഴുതി നോക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം എന്താ, രണ്ടിൻ്റെയും കേസിൽ ഇവിടെ എപ്സിലോൺ 0 ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു റോ എഫ് ആണ്. ദെൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു റോ എഫ് അല്ല, ഈസ് ക്യൂ ആണ്. ഓക്കെ, ക്യൂ എഫ് ആണ്. അതേപോലെ ഇവിടെയും ക്യൂ എഫ് ബൈ എപ്സിലോൺ 0 ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഏതാണ്ട് ഒരേ തരത്തിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് കിട്ടും. എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കാണുന്ന സർഫസ് ഇൻ്റഗ്രൽ തീരുമാനിക്കുന്നത് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ ഏതാണ്ട് സിമിലർ വേരിയേഷൻ തന്നെയായിരിക്കും ഡിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അത് അങ്ങനെ വേണമെങ്കിലും പറയാം. ഇനി പക്ഷേ വ്യത്യാസം വരുന്നത് എന്താണ്, ഒരു ഫാക്ടർ ഓഫ് എപ്സിലോൺ 0 എവിടെ ഇല്ല, ഡിയുടെ കേസിൽ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി വാട്ട് അബൌട്ട് ദ പാരലൽ കമ്പോണൻസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരലൽ കമ്പോണൻസിൻ്റെ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൂപ്പൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്കത് ചെയ്ത് നോക്കാമായിരുന്നു. ഓക്കെ, സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്ത് നോക്കാനൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഡെൽ ക്രോസ് ഡി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് വി ക്യാൻ ഡു ഈസ് ദാറ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ്, ഡി പാരലൽ എബവ് മൈനസ് ഡി പാരലൽ ബിലോ എന്താണെന്നാണല്ലോ അറിയേണ്ടത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡി? ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ കമ്പോണൻറ്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ ഡിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഡി ഈസ് ഈക്വൽ ടു ഡിയുടെ പാരലൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡി പാരലൽ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 ഇൻറ്റു ഇ പാരലൽ പ്ലസ് പി പാരലൽ ആയിരിക്കുമല്ലോ. ഓക്കെ, ഡി പാരലൽ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പാരലൽ പ്ലസ് പി പാരലൽ എന്ന് വെച്ചാൽ രണ്ട് പാരലൽ കമ്പോണൻസ് ആഡ് ചെയ്തിട്ടാണ് ഇതായിട്ട് മാറുന്നതെന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇ പാരലൽ പ്ലസ് പി പാരലൽ, ഇയുടെ പാരലൽ കമ്പോണൻസും അതേ ഡയറക്ഷനിലുള്ള പിയുടെ കമ്പോണൻറ്റും എടുത്താൽ മതിയാവും. സോ വി ഗെറ്റ് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പം എബവ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, സോ ഇവിടെ ഡി എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എപ്സിലോൺ 0 ടൈംസ് ഓക്കെ ഡി എബവ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ എഴുതണം, ഓക്കെ ഒരു സെക്കൻഡ്. സോ ഡി എബവ് പാരലൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എപ്സിലോൺ 0 ഇ എബവ് പാരലൽ പ്ലസ് പി എബവ് പാരലൽ. ഓക്കെ, ഇതെന്തായി, ദാറ്റ് ഈസ് എബവ് ഫീൽഡിൻ്റെ ഡിയുടെ പാരലൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. മൈനസ് ഇനി എന്തെഴുതാം, എപ്സിലോൺ 0 ഇ ബിലോ പാരലൽ പ്ലസ് എപ്സിലോൺ 0 വേണ്ട, ഇനി പി ബിലോ പാരലൽ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എപ്സിലോൺ 0 കോമൺ ആണ്. ഇ എബവ് പാരലൽ മൈനസ് ഇ ബിലോ പാരലൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തു പോകും. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിൻ്റെ പാരലൽ കമ്പോണൻസ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതായത് സർഫസിന് എബവും ബിലോയും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യും, ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ദെൻ ബാക്കി ആരുണ്ട്, പി പാരലൽ എബവ് മൈനസ് പി പാരലൽ ബിലോ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ അത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അതിൽ കൂടുതൽ എഴുതാനില്ല. ദാറ്റ് ഈസ് ഡി എബവ് പാരലൽ മൈനസ് ഡി ബിലോ പാരലൽ is equal to P above parallel minus P below parallel. Okay, then the other one is D above perpendicular minus D below perpendicular is equal to some sigma F. Okay, ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ.
ഓക്കെ, അപ്പം ഇത്രയാണ് ബൗണ്ടറി കണ്ടീഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾമോസ്റ്റ് ആ ഒരു ചാപ്റ്റർ തീർന്നു. അതിനകത്ത് ഒരു ചെറിയ ടോപ്പിക്കേ ഉള്ളൂ, അത് ഈ കുറേയധികം കാര്യങ്ങൾ വേറെ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് എന്താണ് എന്നുകൂടിയാണ് പറയുന്നത്. ലീനിയർ ഡൈലക്ട്രിക്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇതുകൂടിയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ടേംസ് ഉണ്ട്, സസെപ്റ്റബിലിറ്റി, പെർമിറ്റിവിറ്റി, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏത് പോളറൈസബിലിറ്റി എന്ന് പറയുന്ന ഒരു ടെൻസർ ക്വാണ്ടിറ്റി അല്ലേ. അതായത് നമ്മൾ പറഞ്ഞ എന്താ, ഡൈപോൾ മൊമെൻറ്റ് പി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ബി പ്രൊപ്പോർഷണൽ ടു സം ആൽഫ ഇൻറ്റു ഇ. ദിസ് ആൽഫ ഈസ് കോൾഡ് അറ്റോമിക് പോളറൈസബിലിറ്റി. ആൻഡ് നമുക്ക് ജനറലി ഈ ആൽഫയെ ഒരു മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഒരു മെട്രിക്സ്, ഒരു 3x3 കമ്പോണൻസ് ഉള്ള 9 കമ്പോണൻസ് ഉള്ള മെട്രിക്സ്, അല്ലെങ്കിൽ അതൊരു ടെൻസറായിട്ട് മാറും. ഇതിനാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് എന്തിനെയാണ് റിലേറ്റ് ചെയ്തത്? ഡൈപോൾ മൊമെൻറ്റിനെയും ഇലക്ട്രിക് ഫീൽഡിനെയും കൂടെ റിലേറ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡൈപോൾ മൊമെൻറ്റിനെ മാറ്റിയിട്ട് നമ്മൾ വേറൊരു ക്വാണ്ടിറ്റി പഠിച്ചിരുന്നു, ദാറ്റ് ഈസ് ദ പി. പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോളറൈസേഷൻ. ഓക്കെ, സോ ഈ പോളറൈസേഷൻ പി എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എന്നെടുക്കുന്നു. ഇനി അതിനകത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഓക്കെ, അങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് വി ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് കൈ ഇ. ഓക്കെ, ഇൻറ്റു ഇ. പക്ഷേ ഈ കൈ ഇ എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷണൽ കറക്ഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ പുട്ടിങ് അനദർ കോൺസ്റ്റൻറ്റ് എപ്സിലോൺ 0. ഓർ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് മൊത്തത്തിലാണ് എന്ത്, നമ്മുടെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. പക്ഷേ എപ്സിലോൺ 0 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, മെയിനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ്, അതായത് ഈ ക്വാണ്ടിറ്റിയെ ഒരു ഡയമെൻഷൻ, ഓക്കെ, ടു മേക്ക് സൈ ഇ, അതായത് ഈ ക്വാണ്ടിറ്റിയെ കൈ ഇ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം പി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് എഴുതിയാലുള്ള പ്രശ്നം എന്താ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. ഇങ്ങനെയായിരുന്നു അവർ ഡിഫൈൻ ചെയ്യുന്നത്. പി ഈസ് ഈക്വൽ ടു, പ്രശ്നം ഉണ്ടെന്നല്ല, പി ഈസ് ഈക്വൽ ടു കൈ ഇ ഇൻറ്റു ഇ എന്ന് എഴുതിയാൽ ഉള്ള പ്രശ്നം, പിക്കും ഇക്കും ഉള്ള ഡയമെൻഷൻസ് സെയിം അല്ല, ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ഡൈപോൾ മൊമെൻറ്റ് പെർ വോളിയമാണ്, ഒന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷനാണ്. സോ ഈ രണ്ട് ഡയമെൻഷൻസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡയമെൻഷൻ ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് കൈ ഇ വിൽ ഹാവ് എ ഡയമെൻഷൻ അല്ലേ. കൈ ഇ എന്ന് പറയുന്ന വാല്യൂവിന് എന്തുണ്ടാവും? ഒരു ഡയമെൻഷൻ ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യണം? കൈയെ എങ്ങനെ വേണം? ഐ നീഡ് ഇറ്റ് ആസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ അഡീഷണലി കൈ ഇ ഇൻറ്റു എപ്സിലോൺ 0 ഇ ഇൻറ്റു പി എന്നാവും. അങ്ങനെ ഇട്ടാലുള്ള ഗുണം പിയുടെയും എപ്സിലോൺ 0 ഇയുടെയും ഡയമെൻഷൻസ് എന്താണ്? സെയിം ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കാരണം ഡി എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്. ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ എപ്സിലോൺ 0 ഇയുടെയും പിയുടെയും ഡയമെൻഷൻ സെയിം ആയാലേ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ ടൈമിൻ്റെയും ഡയമെൻഷൻ സെയിം ആവണം. അതുകൊണ്ട് നമ്മളൊരു എപ്സിലോൺ 0 കൊടുത്തു കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ഡയമെൻഷനാണ്, അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും പി. ദെൻ കൈ ഇ വിൽ നോട്ട് ഹാവ് എനി ഡയമെൻഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി കൈ ഇ ഈസ് കോൾഡ് ഇലക്ട്രിക് susceptibility. ഓക്കെ, ദിസ് കൈ ഇ ഈസ് കോൾഡ്, ഇത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ പഠിച്ചു വെച്ചേക്കുക, സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള, ഓക്കെ, അതായത് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി കൈ ഇ എന്നെനിക്ക് എഴുതാം. അപ്പം ഇനി ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രക്ചർ, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തും. അപ്പോൾ പോളറൈസേഷൻ എത്രത്തോളം പോളറൈസ്ഡ് ആവുന്നു എന്നതുള്ളതിൻ്റെ, പോളറൈസേഷൻ എത്ര എമൗണ്ടിലുണ്ട് എന്നുള്ളതിൻ്റെ മെഷറാണ് കൈ ഇ എന്ന് പറയുന്നത്. ഈ കൈയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആൻഡ് ടെമ്പറേച്ചർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. ഇനി ഇവിടെ നമ്മൾ എഴുതിയ എന്താണ്? പി ഈസ് ഈക്വൽ ടു സം കൈ ഇ ഓർ സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ എന്നാണ് എഴുതിയത്. ദാറ്റ് മീൻസ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? പിയും ഇയും തമ്മിലുള്ള റിലേഷൻ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റിയാണ് അല്ലേ. വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയുന്നത് പോലെ ഉള്ള റിലേഷൻ എന്ന് വെച്ചാൽ വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആണെന്ത്? ഒരു ലൈൻ. ഓക്കെ, സോ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻ, പിയും ഇയുടെ ഇത് ഫസ്റ്റ് പവർ ഓഫ് പി ആണ്, ഇതും ഫസ്റ്റ് പവർ ആണ്, പി റൈസ് ടു 1 ആണ്, ഇ റൈസ് ടു 1 ആണ്.
ഓക്കെ, അങ്ങനെ എടുക്കുന്ന ഈ അങ്ങനെയുള്ള ഡയറക്റ്റ് റിലേഷൻസിനെയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്ത് വിളിക്കാം, വി കോൾ ഇറ്റ് ആസ് ലീനിയർ റിലേഷൻസ് എന്ന് വിളിക്കും. സോ ദ ഡൈലക്ട്രിക്സ് വിച്ച് ഒബേസ് ദിസ് റൂൾ, എന്ത്, പി ഈസ് പ്രപ്പോർഷണൽ ടു ഇ. ഓക്കെ, പി പ്രപ്പോർഷണൽ ടു ഇ ആയിട്ടുള്ള ഡൈലക്ട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഡൈലക്ട്രിക്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ദർ ക്യാൻ ബി അനദർ കാറ്റഗറി അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീനിയർ ഡൈലക്ട്രിക്സ് എന്ന് വിളിക്കാം. അപ്പം എല്ലായിടത്തും അപ്പോൾ എന്തല്ല, പി പ്രപ്പോർഷണൽ ടു ഇ ആവണം എന്നില്ല. നമ്മൾ പർട്ടിക്കുലർലി അതെടുത്ത് പഠിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം നോൺ ലീനിയർ കേസ് കുറച്ചുകൂടെ പാടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലീനിയർ കേസാണ് പഠിക്കാം. പക്ഷേ നോൺ ലീനിയർ ആയിട്ടുള്ള മീഡിയംസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. നോൺ ലീനിയർ ഓപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പിന്നീട് പഠിക്കും. ഓക്കെ, പി ജിക്ക് പഠിക്കാനുണ്ട്. സോ പി ഈസ് പ്രപ്പോർഷണൽ ടു ഇ എന്നുള്ളതാണ്. ഇനി പക്ഷേ ചില കേസിൽ നിങ്ങൾ പി എഴുതി കഴിഞ്ഞാൽ സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ ക്യൂബ്, ഓർ കോമൺലി ഇ ക്യൂബ് എന്ന് പറയുന്ന ടൈം വരാം. അപ്പം പ്ലസ് ഇ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയുള്ള ഹയർ പവേഴ്സ് ഓഫ് ഈ വരുന്ന കേസുകൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ്, അതായത് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹയർ പവേഴ്സ് ഓഫ് ഇ അതർ ദാൻ ദ ഫസ്റ്റ് പവർ, ദെൻ വി കോൾ ഇറ്റ്, അതിനകത്ത് ഫസ്റ്റും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ ലീനിയർ മീഡിയാസ്. ഓക്കെ, അത് നോൺ ലീനിയർ ഡൈലക്ട്രിക് എന്നോ ഇലക്ട്രിക് എന്നോ അല്ലെങ്കിൽ നോൺ ലീനിയർ മീഡിയാസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് എന്തിനെക്കുറിച്ച് മാത്രമാണ്, ലീനിയർ ഡൈലക്ട്രിക്സിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്തെഴുതാം, പി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് എഴുതാം. ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈസ് കൈ ഇ, ദാറ്റ് ഈസ് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 1-2 വേരിയേഷൻസ് ഉണ്ടാക്കാം. ദറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പിക്ക് പകരം എനിക്ക് ഇവിടുന്ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കൈ ഇ ഇൻറ്റു ഇ ആയിരുന്നല്ലോ. ഓക്കെ, ഇതെവിടെ മാത്രമാണ് നമ്മൾ ഇനി പർട്ടിക്കുലർലി പറയുന്നത്, ഇത് ഈ എഴുതിയിരിക്കുന്ന സാധനം ഏത്, ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന് എഴുതിയിരിക്കുന്നത് ലീനിയർ ആയാലും നോൺ ലീനിയർ ആയാലും ഒന്നും പ്രശ്നമല്ല, നമ്മൾ കോമൺലി എഴുതിയ സാധനമാണ്. കാരണം പിയുടെ വാല്യൂ മാറ്റി കൊടുത്താൽ മതിയല്ലോ. പി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇ ക്യൂബിൻ്റെ പ്രൊപ്പോർഷണൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ കൺസിഡറിങ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മീഡിയ ഓർ ഡൈലക്ട്രിക് വിച്ച് ആർ കോൾഡ് ലീനിയർ ഡൈലക്ട്രിക്. അതിൻ്റെ പ്രത്യേകത പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കൈ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ആണ്. അങ്ങനെയുള്ള കേസിൽ, ഓർ ഇനി നമുക്ക് താഴെ എഴുതാം, ഫോർ ലീനിയർ ഡൈലക്ട്രിക്സ് we can write d is equal to epsilon 0 e plus p ക്ക് പകരം epsilon 0 chi e into e എന്ന് എഴുതാം. is equal to epsilon 0 chi e into e എന്ന് എഴുതാം. ഓക്കെ, ഇത് എവിടെ മാത്രമാണ്, ഓൺലി ഫോർ ലീനിയർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, I can take epsilon 0 common, so epsilon 0 into 1 plus chi e into e എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇ ഇൻറ്റു ഇ എന്നെഴുതാം. ഓർ സിംപ്ലി ഓർ വി കോൾ ദിസ്, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഈ ഇതിനകത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡി എന്തിന് പ്രൊപ്പോർഷണലാണ്, ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് മനസ്സിലാവും. കാരണം ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ. അതുകൊണ്ട് ഡി ഈസ് ഈക്വൽ ടു സം എപ്സിലോൺ ഇൻറ്റു ഇ എന്ന് ഞാനങ്ങ് വിളിക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനെ മൊത്തത്തിൽ എന്ത് വിളിക്കുന്നു, ഐ ആം കോളിങ് ഇറ്റ് ആസ് എപ്സിലോൺ. ഓക്കെ, ഒരു സിംഗിൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു ദെൻ എന്താണ്, 1 എപ്സിലോൺ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇ എന്നെനിക്ക് എഴുതാം. So this is called this epsilon is called permittivity. Okay, അപ്പം നിങ്ങൾക്ക് അപ്പം ദിസ് ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി. അപ്പോൾ പെർമിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇ എന്നെനിക്ക് എഴുതാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ എന്താണ്, സോ എപ്സിലോൺ, അപ്പം
വാക്വമാണ് അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ, ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ദർ ഈസ് നോ ഡൈലക്ട്രിക് ഓർ ദർ ഈസ് നോ മെറ്റീരിയൽ. മെറ്റീരിയൽ ഇല്ലാത്ത സ്ഥലത്ത് എന്ത് സംഭവിക്കും, അവിടെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല. അപ്പം ഈ ടൈം എന്തായി പോവും, 0 ആവും. സോ ഇൻ വാക്വം എപ്സിലോൺ എന്തായിരിക്കും, എപ്സിലോൺ 0 തന്നെ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതിനാണ്. സോ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് എപ്സിലോൺ ആർ. ദാറ്റ് ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ദാറ്റ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ ഇ എന്നെനിക്ക് കിട്ടും. ഇവിടെ നോക്കിയാൽ മതി, ഈ എപ്സിലോൺ 0 ഇങ്ങോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ളത് എപ്സിലോൺ ആർ ആയിരിക്കും. ദാറ്റ് ഈസ് 1 പ്ലസ് കൈ ഇ ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. Okay. Okay. It's all contained. Okay. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ എല്ലാം ആക്ച്വലി ഈ ഡൈഇലക്ട്രിക് ആയാലും ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയാലും എന്ത് പെർമിറ്റിവിറ്റി ആയാലും, ഓക്കെ, പെർമിറ്റിവിറ്റി ആയാലും റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയാലും ഈ സസെപ്റ്റബിലിറ്റിയേക്കാൾ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ആക്ച്വലി അതിൻ്റെ മോഡിഫിക്കേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ സസെപ്റ്റബിലിറ്റി ആണ് ഒരു മീഡിയത്തെ സംബന്ധിച്ചുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ദർ ഈസ് നോ നീഡ്. അല്ലെങ്കിൽ പെർമിറ്റിവിറ്റിയോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റോ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഡീഷണൽ മീനിങ് ഒന്നും തരുന്നില്ല. മീനിങ് ഇല്ലെന്നല്ല, അഡീഷണൽ മീനിങ് ഒന്നും തരുന്നില്ല. നമുക്ക് എന്ത് മതി, സസെപ്റ്റബിലിറ്റി ഈസ് ഇനഫ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, എ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് എ. ഓക്കെ, എ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് എ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ നിങ്ങൾ. എ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് എ carries a charge capital Q a metal sphere of radius A carries a charge capital Q. It is surrounded out to a radius B. Okay, out to a radius B. Okay, out to a radius B. ബി വരെ ഇതിനകത്ത് എന്തുണ്ട്, ടു എ റേഡിയസ് ബി, ബൈ ലീനിയർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ബൈ എ ലീനിയർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ of permittivity epsilon. Find the potential at the center ബ്രാക്കറ്റിൽ റിലേറ്റീവ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. ഒരു പ്രോബ്ലം ചെയ്യാൻ സിമ്പിളാണെന്നല്ല, പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എളുപ്പമാണ്. ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്, അതിനകത്ത് ക്യൂ ചാർജ് ഉണ്ട്, അതിന് ചുറ്റും ഒരു ചാർജൊന്നുമില്ല, അതിൻ്റെ ചുറ്റും എന്തേ ഉള്ളൂ, ഒരു ഡൈഇലക്ട്രിക് മീഡിയേ ഉള്ളൂ. ആ ഡൈഇലക്ട്രിക് മീഡിയയിൽ എന്തുണ്ട്, അതിൻ്റെ ലീനിയർ മീഡിയ ആണ്, അതിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ക്യൂ ചാർജ് ഇവിടെ ഉണ്ട്. ക്യൂ ചാർജ് ഇവിടെയുള്ള മെറ്റൽ സ്ഫിയറിൻ്റെ കേസിൽ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു അഡീഷണലി ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലും കൊണ്ടുവച്ചു. ഇതിനകത്ത് ആക്ച്വലി എന്തില്ല, ദർ ഈസ് നോ ഫ്രീ ചാർജ്. പക്ഷേ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്തുണ്ടാവുന്നുണ്ടാവും, ദർ വിൽ ബി സം ബൗണ്ട് ചാർജസ്, സർഫസ് ചാർജും വോളിയം ചാർജും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വി കമ്പ്യൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് വി കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം. വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. ഓക്കെ, ഫ്രം ഏത് പോയിന്റിൽ നിന്നാണ് എന്ന് വെച്ചാൽ എ ടു ബി. അപ്പോൾ ഇവിടെ നമ്മൾ റെഫറൻസ് പോയിൻ്റ് ഏതാണ്, ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ എവിടെ വരെ വരണം, സെൻറ്റർ വരെ വരണം. ഓക്കെ, നമ്മൾ പണ്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഫിയറിൻ്റെ കേസിൽ
ഇൻസൈഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരും, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തിരുന്നത്, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇൻ്റഗ്രലിനെ രണ്ട് പാർട്ടായിട്ട് മാറ്റുമായിരുന്നല്ലേ. ദറ്റ് ഈസ് ഇൻഫിനിറ്റി ടു ദ അല്ലെങ്കിൽ ഫസ്റ്റ് റീജിയൻ, ഞാൻ തൽക്കാലം അങ്ങനെ എഴുതുന്നുള്ളൂ, ഇൻഫിനിറ്റി മുതൽ ഇവിടം വരെ, ദിസ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ പ്ലസ് ദ സെക്കൻഡ് റീജിയൻ, അതിവിടെ പിന്നെ ഒരു റീജിയനും കൊണ്ട് അങ്ങനെ എത്ര റീജിയൻ ഉണ്ടോ അത്രയും റീജിയനാക്കി മാറ്റും. റീജിയനാക്കി മാറ്റുന്നത് എന്തിനാ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനും ഡിഫറൻ്റ് ആയതുകൊണ്ട്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, ഇൻഫിനിറ്റിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഇവിടം വരെ ഒരു കൈൻഡ് ഓഫ് ഫീൽഡായിരിക്കും. ദെൻ ഇൻസൈഡ് ദർ ഈസ് എ ഫീൽഡ്, ദെൻ മെറ്റൽ സ്ഫിയറിനകത്തും ഒരു ഫീൽഡുണ്ട്. അപ്പം 3 റീജിയൻസ് ആയിട്ടാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ ഈ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ ഇൻ്റഗ്രലിനെ മാറ്റാൻ പറ്റും. സോ വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ബി, ഓക്കെ, ഇ ഡോട്ട് ഡി എൽ പ്ലസ് അടുത്തത് ബി ടു എ ദ മൈനസ് സൈൻ ഇ ഡോട്ട് ഡി എൽ, ഓക്കെ, ദെൻ മൈനസ് ഇൻ്റഗ്രൽ എ ടു 0 ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, ജസ്റ്റ് സിമ്പിളി ഡി എൽ എന്ന് എഴുതുന്നുള്ളൂ, അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മാറ്റാം. ഇങ്ങനെ 3 റീജിയൻസ് ആക്കി മാറ്റാം. ഇനി ഇതിലെ ഓരോ റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്കറിയാവുന്നത് ഇൻസൈഡ് ദ മെറ്റൽ സ്ഫിയറിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, വി നോ ഇറ്റ് ഈസ് 0, കാരണം സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഗോസസിലോ വെച്ചിട്ട് ഇവിടെ ഒരു സർക്കിൾ വരച്ച് നോക്കിയാലും സർഫസിലേ ചാർജ് ഉള്ളൂ, മെറ്റലാണ്, അതിനകത്ത് ബൗണ്ട് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇ എന്തായിരിക്കും, 0 ആയിരിക്കും. എവിടെ, 0 മുതൽ എ വരെയുള്ള റീജിയൻ ആണ് എന്ത്, മെറ്റൽ സ്ഫിയറിനകം, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ്. സോ ദിസ് ടേം ഈസ് 0. ഇനി നമുക്കുള്ളത് എന്താണ്, ഇനി നമുക്ക് 2 ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. ഒന്ന് ഈ മീഡിയത്തിനകത്തൊരു ഇതുണ്ട്, ദെൻ ഈ മീഡിയത്തിന് പുറത്തൊരെണ്ണം അല്ലേ. ഓക്കെ, ഇവിടെയുണ്ട്, ഇതിന് പുറത്തുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് നോക്കാം. ആദ്യം പുറത്തെ ഒരു പോയിന്റിൽ നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അകത്തേക്ക് വരാം. പുറത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നമ്മുടെ സ്ഫിയറാണ് ക്യൂ, ചാർജുള്ള സ്ഫിയർ ഓഫ് റേഡിയസ് എ, ദെൻ അതിന് ചുറ്റും നമ്മുടെ മീഡിയം, ദെൻ അതിന് ചുറ്റും അതിന് പുറത്തുള്ള ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിന് പുറത്തൊരു ഗോസിയൻ സർഫസ് വിചാരിക്കണം. അങ്ങനെ ഗോസിയൻ സർഫസ് ലെറ്റ് ഇറ്റ് റേഡിയസ് ബി ആർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ, ദറ്റ് ഈസ് ഇ ഇൻറ്റു 4πr. ഇവിടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, നമ്മൾ കുറേ പ്രാവശ്യം കണ്ടതുകൊണ്ട് അങ്ങ് പറയുന്നതാണ്. ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ചാർജ് അൺക്ലോസ്ഡ്. അകത്തെ ചാർജ് എന്താണ്, അകത്തെ ചാർജ് എന്ന് വെച്ചാൽ ദ ചാർജ് ഇൻസൈഡ് ദ മെറ്റൽ സ്ഫിയർ, അല്ലെങ്കിൽ മെറ്റൽ സ്ഫിയറിലുള്ള ചാർജ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ എന്താണ്, ഈ മെറ്റീരിയലിനകത്ത് എന്തില്ല, ദർ ഈസ് നോ ചാർജ്. വൈ, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൈലക്ട്രിക് മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ബൗണ്ട് ചാർജസ് ഒക്കെ ഉണ്ട്. പക്ഷേ ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗോസസ് ലോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 കൂളം ഇവിടെയും ഒരു -3 കൂളം ഇവിടെയും വെച്ചിട്ട് ഇതിന് ചുറ്റും ഗോസസ് ലോ വരച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ വാല്യൂ 0 ഔട്ട്സൈഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടോട്ടൽ ചാർജ് സർഫസ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് കിട്ടില്ല, അതിന് വേറെ റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ പറഞ്ഞു പോരല്ലോ. സോ ഇ ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ് സൈഡ് എന്തായിരിക്കും, ടോട്ടൽ ചാർജ് 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം സോ ദിസ് ഈസ് 0 എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഇവിടെ എല്ലായിടത്തും ഈ ഡോട്ട് ഡി എസ് ഇത്ര സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്തുണ്ടാവും, ഈ സർഫസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം സർഫസ് അല്ല, സിമെട്രിക് സർഫസ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം ഇ ഇൻറ്റു 4πr², ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവില്ല. ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് ഇ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റില്ല. പക്ഷേ ഇ ഡോട്ട് ഡി എസ്, ടോട്ടൽ ഇ ഡോട്ട് ഡി എസ് എന്താവും, 0, ഫ്ലക്സ് 0 ആവും, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ ഫ്ലക്സ് 0 ആവും, എന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ളത് പ്ലസ് ഇങ്ങോട്ടുള്ളത് വേണ്ട, ഇങ്ങനെ വിചാരിക്കുക, ഇങ്ങോട്ടൊരു ഫ്ലക്സ്, ഈ 4 ഫ്ലക്സ് ചേർന്ന് 0 ആവും. എന്ന് വെച്ചാൽ 4 സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡ് എല്ലാം കൂടെ ചേർന്ന് 0 ആവും. പക്ഷേ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് എന്താവില്ല, 0 ആവില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ 0 ആണെന്ന് ഇത് വെച്ചിട്ട് എഴുതരുത്. എവിടെയെങ്കിലും ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ, സ്ഫിയറിൻ്റെ കേസിലൊന്നും പ്രശ്നമില്ല, നമുക്കത് ചെയ്യാൻ പറ്റും. അതും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, 2 പോയിൻറ്റ് ചാർജസ് ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കാം. ഈ പോയിൻറ്റ് ചാർജസിൻ്റെ കേസിൽ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം തിയററ്റിക്കലി.
പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, അതിന് നമുക്ക് സിമെട്രി വേണം. ഓക്കെ, അപ്പം അഥവാ നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങനെ അങ്ങ് എഴുതി, ഇങ്ങനെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതരുത്. ഓക്കെ, കാരണം എന്താ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സോ ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതരുത്. കാരണം എന്താണ്, ഇതിൻ്റെ മീനിങ് ഈ ഇൻ്റഗ്രൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 0 ആവുന്നു എന്നാണ്. ഓക്കെ, അതായത് ഇങ്ങോട്ടുള്ള ഫ്ലെക്സ് ഈ സർഫസിൽ കൂടെയുള്ള എല്ലാ ഫ്ലെക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആവുന്നതാണ്. പക്ഷേ ഇൻഡിവിജ്വലി ഒരു ഇലക്ട്രിക് ഫീൽഡ് മാത്രം എടുത്താൽ അതിന് വാല്യൂ ഉണ്ടാവും. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് മാത്രം എടുത്താൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ സിമെട്രി വേണം. സിമെട്രി ഇല്ലാത്ത കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ സിമെട്രി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇയെ ഇങ്ങ് പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ ഡി എസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. സോ ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്, ദാറ്റ് ഈസ് ക്യൂ. ഓക്കെ, അപ്പം ഇ ഈസ് ഈക്വൽ ടു Q/ε0. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ഇൻറ്റു ആർ ക്യാപ്പ്. റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പം ഏത് ഈ റീജിയണിലെ ഫീൽഡ് എനിക്ക് കിട്ടി. ഇനി ഇൻസൈഡിലെ അതായത് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിനകത്ത് വേണം. അപ്പോൾ മെറ്റീരിയലിനകത്തെ ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഡി ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അതായത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻസൈഡ് എ ഡൈഇലക്ട്രിക് മീഡിയം. അപ്പം ഇൻസൈഡ് എ ഡൈഇലക്ട്രിക് മീഡിയം വി ഹാവ് ടു യൂസ് ദ ഗോസസ് ലോ ഫോർ ഡൈഇലക്ട്രിക്സ്. അപ്പം ഡൈഇലക്ട്രിക്സിനകത്തെ ഗോസസ് ലോ എന്താണ്, ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ഫ്രീ ചാർജ്. ഓക്കെ, ബൈ ε0 അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എൽ എച്ച് എസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും, ആർ എച്ച് എസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ എൽ എച്ച് എസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനകത്തൊരു ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗോസിയൻ സർഫസ് കൊടുക്കുന്നു, എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറയുന്ന റീജിയൺ എവിടെയാണ്, ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ (r)(b). ഓക്കെ, ഇൻ ബിറ്റ്വീൻ റീജിയനാണ്. ആ റീജിയണിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തു, അതൊരു സ്ഫിയർ ആണ്. ഓക്കെ, ഇവിടുത്തെ ഡിയുടെ വാല്യൂ ഔട്ട്വേർഡ് ആണെന്ന് എടുക്കുന്നു. അപ്പം ഡി ഒരു സിമെട്രി ഉള്ളതുകൊണ്ട് ഡി ഡോട്ട് ഡി എസിനകത്ത് ഡി ഇഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് എനിക്ക് എഴുതാം, ടോട്ടൽ സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എഫ് എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി ഇതെന്താണ്, ഡി ഇൻറ്റു 4πr² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു അഗെയിൻ ക്യൂ എഫ് എന്ന് എനിക്ക് എഴുതാം. വാട്ട് ഈസ് ദാറ്റ് ക്യൂ എഫ്? ക്യൂ എഫ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീ ചാർജ് ഇൻസൈഡ് ആർ എന്ന് പറയുന്ന സ്ഫിയറിനകത്തുള്ള ടോട്ടൽ ഫ്രീ ചാർജ്. അതെന്താണ്, അഗെയിൻ ടോട്ടൽ ഫ്രീ ചാർജ് എന്ന് പറയുന്നത് എടുത്താൽ മതി. പക്ഷേ ഇവിടെ എന്തുണ്ടാവാം, ഇതെടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു വോളിയം ചാർജ് ഉണ്ടാവാം, പക്ഷേ ആ ബൗണ്ട് ചാർജ് ഉണ്ടാവും. ആ ബൗണ്ട് ചാർജ് നിങ്ങൾ എടുക്കണ്ട, ഇനി ഈവൻ ഉണ്ടെങ്കിൽ പോലും എടുക്കണ്ട. കാരണം എന്താ, ആ ബൗണ്ട് ചാർജ് ഓൾറെഡി ഇതിനകത്ത് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി എന്തേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ ഫ്രീ ചാർജ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പം ഫ്രീ ചാർജ് എന്ന് പറഞ്ഞാൽ അതെന്ത് മാത്രമേ ഉള്ളൂ, ആ മെറ്റൽ സ്ഫിയറിനകത്തെ ചാർജ് മാത്രമേ ഉള്ളൂ. സോ അതെന്താണ് വാല്യൂ, ക്യൂ ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി, ഡി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr². പക്ഷേ r² ഇൻറ്റു ആർ ക്യാപ്. അപ്പോൾ ഇപ്പോഴും പ്രശ്നം എന്താണ്, വി കനോട്ട് യൂസ് ദിസ് ഇക്വേഷൻ ഫോർ ദാറ്റ് ഇൻ്റഗ്രേഷൻ. കാരണം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്, വി ആർ കാൽക്കുലേറ്റഡ് ഡി ഓൺലി, വി നീഡ് ഇ. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ്, ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്, ഫോർ ലീനിയർ ഡൈഇലക്ട്രിക് മീഡിയ. ഓക്കെ, ലീനിയർ ഡൈഇലക്ട്രിക് മീഡിയ നമ്മൾ ഡി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി. അതുകൊണ്ടാണ് പ്രോബ്ലത്തിൽ പ്രത്യേകം പറഞ്ഞത് എന്ത്, ദിസ് റീജിയൺ. ഓക്കെ, ഈ റീജിയൺ എന്ന് പറയുന്നത്, ആ കവറിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് എ ലീനിയർ ഡൈഇലക്ട്രിക് മീഡിയ വിത്ത് വാല്യൂ എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ പെർമിറ്റിവിറ്റി ഉള്ളൊരു മീഡിയം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇ എനിക്ക് എഴുതാം, ഇ ഈസ് ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ എന്ന് എനിക്ക് എഴുതാം. സോ അവിടുത്തെ ഇയുടെ വാല്യൂ എന്ത് കിട്ടും, ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε r². ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε r² ഇൻറ്റു ആർ ക്യാപ് എനിക്ക് കിട്ടി. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ 3 റീജിയൺസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി യൂസിങ് ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് വി. സോ വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ടു ബി, ഔട്ട്സൈഡ് പോയിൻ്റാണ് ഏറ്റവും പുറത്തുള്ളത്,
q by 4 pi epsilon 0 r square dr, okay, minus integral b to a q by 4 pi epsilon r square into dr. സോ ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ മൈനസ് അടുത്ത ഒരെണ്ണമുണ്ട് ഇൻസൈഡ് ഫീൽഡ്, അതായത് നമ്മുടെ മെറ്റാലിക് ഷെല്ല്, അതിനകത്ത് 0 ആണ്, അതുകൊണ്ട് ആ ടൈം എഴുതുന്നില്ല. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദിസ് വാല്യൂ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ആൻസർ തരാം, നിങ്ങൾ ചെയ്ത് നോക്കണം. q by 4 pi ഇൻറ്റു 1 by epsilon 0 b പ്ലസ് 1 by epsilon a മൈനസ് 1 by epsilon b. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്, ആ ഇൻ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക്, ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നൗ വാട്ട് ഈസ് ദ പോളറൈസേഷൻ? നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, വി ക്യാൻ കാൽക്കുലേറ്റ് ദ പോളറൈസേഷൻ. അതായത് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് ഒരു മെറ്റൽ ഷെല്ല്, അതിനകത്ത് ക്യൂ ചാർജ് ഉണ്ട് സർഫസിൽ, ദെൻ അതിന് ചുറ്റുമുള്ള നമ്മുടെ ഈ ഒരു റീജിയൺ. ഓക്കെ, ഈ റീജിയണിലെ പോളറൈസേഷൻ ക്യാപിറ്റൽ പി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം പോളറൈസേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു കൈ ഇ ഇൻറ്റു ഇ. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് പോളറൈസേഷൻ. ഓക്കെ, കൈയുടെ വാല്യൂ ഒന്നും അറിയില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തെ പോളറൈസേഷൻ്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ എഴുതാം, കണ്ടുപിടിക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കൈ ഇ ഇൻറ്റു ഇയുടെ വാല്യൂ എന്തായിരുന്നു? എവിടെ? ഇവിടുത്തെ, ദാറ്റ് ഈസ് q by 4 pi epsilon r square എന്നായിരുന്നു. ഓക്കെ, ഇൻറ്റു ആർ ക്യാപ്. ഓക്കെ, ഈയുടെ വാല്യൂ കൂടെ കൊടുത്തപ്പോൾ സോ വി ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ p ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കൈ ഇ ഇൻറ്റു q ഡിവൈഡഡ് ബൈ 4 pi epsilon r square r ക്യാപ് എന്നെനിക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് p. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. യു ക്യാൻ കാൽക്കുലേറ്റ് പി തന്നിട്ടുണ്ട്. പി തന്നിട്ടുണ്ടെങ്കിൽ യൂസിങ് ദാറ്റ് പി യു ക്യാൻ കാൽക്കുലേറ്റ് റോ ബി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റോ ബി? യു ഹാവ് ടു കാൽക്കുലേറ്റ് മൈനസ് ഡെൽ ഡോട്ട് പി. ഓക്കെ, ദെൻ ഓൾസോ വി ക്യാൻ കാൽക്കുലേറ്റ് സിഗ്മ ബി വിച്ച് ഈസ് ഈക്വൽ ടു പി ഡോട്ട് എൻ. ഓക്കെ, പി ഡോട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡെൽ ഡോട്ട് പി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാരണം ഇത് സ്പെറിക്കൽ കോർഡിനേറ്റ്സിലാണ്. സ്പെറിക്കൽ കോർഡിനേറ്റിലെ ഇതിട്ടിട്ട് ഡെൽ ഡോട്ട് പി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ദെൻ അതേപോലെ സിഗ്മ ബിയും കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പി ഡോട്ട് എൻ ആണ്. പി ഡോട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതാണല്ലോ നമ്മുടെ ഓക്കെ, നമ്മുടെ ആ ലീനിയർ മീഡിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ലീനിയർ മീഡിയയ്ക്ക് പി ഡോട്ട് എൻ ചെയ്താൽ മതി, ഇതേ ഡോട്ട് എൻ ക്യാപ്പ് അങ്ങ് ചെയ്താൽ മതി. പക്ഷേ എൻ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിൽ വരും. ഒന്ന് ടോപ്പ് സർഫസ് ഉണ്ട് അല്ലേ, ഔട്ട്സൈഡ് സർഫസ്, അവിടുത്തെ എൻ ക്യാപ്പ് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ആ സർഫസിൻ്റെ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. സോ ഒന്ന് പ്ലസ് എൻ ക്യാപ്പും, അല്ലെങ്കിൽ റേഡിയൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിനെ ഞാൻ ആർ ക്യാപ്പ് എന്നും ഇതിനെ ഞാൻ മൈനസ് ആർ ക്യാപ്പ് എന്നും വിളിക്കുന്നു. സോ അതും ഇതും കൂടെ ഡോട്ട് ചെയ്യണം. സോ രണ്ട് സർഫസിൽ അതായത് ഔട്ടർ സർഫസിലും ഇന്നർ സർഫസിലും യു വിൽ ഗെറ്റ് ടു ഡിഫറൻറ്റ് വാല്യൂ ഓഫ് സിഗ്മ ബി. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് സിഗ്മ ബി ആസ് പി ഡോട്ട് എൻ, രണ്ട് കേസ് കിട്ടും. ഒന്ന് പോസിറ്റീവായിട്ട് കിട്ടും. അറ്റ് ഔട്ടർ സർഫസ് ഇറ്റ് ഈസ് പോസിറ്റീവ് എന്ന് വെച്ചാൽ ആർ ഡോട്ട് ആർ ആണ്. ആർ ഡോട്ട് ആർ 1 എപ്സിലോൺ 0 കൈ ഇ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ആർ സ്ക്വയർ. ഓക്കെ, ഇനി താഴെ വരുന്ന സമയത്ത് മൈനസ് എപ്സിലോൺ 0, കാരണം മൈനസ് ആർ ക്യാപ്പ് കൊണ്ടാണ് ഡോട്ട് ചെയ്യുക, കൈ ഇ ക്യൂ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ ആർ സ്ക്വയർ. ദിസ് ഈസ് ഫോർ ഇന്നർ സർഫസ്. ഓക്കെ, ഇതിൻ്റെ സം 0 എന്ന് വരും. ഇതിൻ്റെ സം 0 എന്ന് വന്നു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് പി എന്തായേ പറ്റുള്ളൂ? റോ ബിയും 0 ആയേ പറ്റുള്ളൂ. ഇതിൻ്റെ സം ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 0 വരുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സിഗ്മ ബി പ്ലസ് റോ ബി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് റോ ബി ഈസ് ഈക്വൽ ടു 0 മൈനസ് സിഗ്മ ബി. ഓക്കെ, ഓർ ദ സം സിഗ്മ ബി 0 ആയതുകൊണ്ട് റോ ബി ഈസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ മൈനസ് ഡെൽ ഡോട്ട് പി ഈ കേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, തിങ്ക് അത് ഡെൽറ്റ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. നോക്കാം, അത് തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ.